കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പി കിരണിന്റെ ജാമ്യാപേക്ഷ തള്ളി. കലൂർ PMLA കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. നേരത്തെ ഇടക്കാല ജാമ്യാപേക്ഷയും കോടതി തള്ളിയിരുന്നു. ബിനാമി പേരുകളിൽ 24 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പാണ് കിരൺ നടത്തിയത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയായ പി കിരണിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. വിവരങ്ങൾ നിഖിൽ, 2023 ജനുവരിയിൽ നൽകിയ ജാമ്യാപേക്ഷ പ്രതിഭാഗം തന്നെ പിന്നീട് പലതവണയായി നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു ഇടക്കാല ജാമ്യാപേക്ഷയും ഇതേ വിചാരണ കോടതിയിൽ നൽകി. അത് വിചാരണ കോടതി തള്ളിയിരുന്നു. അത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. അതിനുശേഷമാണ് പിന്നീട് 2 പേർക്ക് കൂടി ജാമ്യം ലഭിച്ചപ്പോൾ PR അരവിന്ദാസിനും CK ജിൽസിനും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിലാണ് നേരത്തെ നൽകിയ ജാമ്യാപേക്ഷ ഒരിക്കൽ കൂടി പരിഗണിക്കുന്നതിന് വേണ്ടി കോടതിക്ക് മുന്നിൽ അപേക്ഷയായി വെച്ചത്. ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് പി കിരണിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത്. ശക്തമായി തന്നെ ജാമ്യാപേക്ഷയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർക്കുകയും ചെയ്തു. നേരത്തെ P സതീഷ് കുമാറിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളിൽ പി കിരണിന്റെ പേരുമുണ്ടെന്നും പി കിരണിനെതിരായ പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ടെന്നും തുല്യ പങ്കാളിത്തമുള്ള ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിത്തമുള്ള ആളാണ് P സതീഷ് കുമാറിനെ പോലെ തന്നെ പി കിരണും എന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിച്ചത്. അത് ഹൈക്കോടതിയിലും അത് പരാമർശമായി പുറത്തു വന്നു എന്ന കാര്യവും ചൂണ്ടിക്കാണിച്ചു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. 24 കോടി രൂപയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് പി കിരൺ തട്ടിയെടുത്തത്. അതിൽ 14 കോടി രൂപയും P സതീഷ് കുമാറിനായിരുന്നു. കേസിലെ മറ്റൊരു മുഖ്യപ്രതിയായ P സതീഷ് കുമാറിനാണ് കൈമാറിയത്. പലർക്കായി ഈ പണം നൽകിക്കൊണ്ട് വലിയ തുക തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു 14 കോടി രൂപ നൽകിയത്. ഇതിൽ 24 കോടി രൂപയിൽ 1 രൂപ പോലും പി കിരണിന്റേതായി കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞില്ല. കാരണം പലതും ബിനാമി പേരുകളിലായിരുന്നു. മാത്രമല്ല ഷെൽ കമ്പനികളുടെ പേരിലും വലിയ തോതിൽ തന്നെ പി കിരൺ നിക്ഷേപങ്ങൾ നടത്തിയിരുന്നു. ശരി ജിജീഷ്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പി കിരണിന്റെ ജാമ്യാപേക്ഷ കലൂർ PMLA കോടതി തള്ളി. നേരത്തെ ഇടക്കാല ജാമ്യാപേക്ഷയും കോടതി തള്ളിയിരുന്നു. ബിനാമി പേരുകളിൽ 24 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പാണ് കിരൺ നടത്തിയ. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ.